Good evening, all. Welcome to Crystal. നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു സ്പെഷ്യൽ സെഷനാണ്. അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഏൻഷ്യൻ ഇന്ത്യയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതർ ടോപ്പിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ പഠിക്കുന്നത് തന്നെ എക്സാമിനേഷന് ചോദിക്കണം എന്ന് നിർബന്ധമല്ല. അതർ ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള അതർ ടോപ്പിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. സോ ഡ്യൂറിങ് അവർ പ്രിപ്പറേഷൻ ടൈം നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ലൊരു ഡെഡിക്കേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് PYQs മാക്സിമം കവറപ്പ് ചെയ്യുക, PYQസിൽ നിന്നും ലേണിങ്സ് എടുക്കുക. ഐ റിപ്പീറ്റ്, PYQസിൽ നിന്നും ലേണിങ്സ് എടുക്കുക. PYQ പഠിച്ചു പോവുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. PYQയിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഫോർ ദ നെക്സ്റ്റ് ടൈം ഹൗ ദ ക്വസ്റ്റ്യൻ ക്യാൻ ബിക്കം ഓർ പ്രഡിക്റ്റഡ് എന്നുള്ളത് അത് മനസ്സിലാക്കലാണ് നമ്മൾ ചെയ്യേണ്ട നമ്മളുടെ ലേണിംഗ് പ്രിപ്പറേഷനിലെ പ്രധാനപ്പെട്ട കാര്യം. സോ അതിന്റെ ഭാഗമായിട്ട് ഇന്നും നാളെയും 2 ദിവസമായിട്ട് വി ആർ ഹാവിങ് ദിസ് പെർട്ടിക്കുലർ ഡെഡിക്കേറ്റഡ് പ്രോഗ്രാം. ഓക്കെ, അപ്പൊ ഡേ 1 നമ്മൾ PYQ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. അലൈനിങ് വിത്ത് യുവർ ടോപ്പിക് ഓഫ് ദാറ്റ് യു ആർ ലേണിംഗ് റൈറ്റ് നൗ. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കുമായിട്ട് സിങ്ക് ചെയ്തിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഡു ലൈക്ക്, നമ്മൾ ഒരു നെറ്റ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുന്ന ഒരു ടോപ്പറെ പോലെ ചിന്തിച്ചിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഫൈൻ. സോ ബേസ്ഡ് ഓൺ ദാറ്റ് വി ക്യാൻ ഹാവ് അവർ ഡിസ്കഷൻ. നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമ്മൾ മൈക്ക് പ്രോപ്പർലി യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മൈക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാർ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഫോൺ കൊടുക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലാസ് റൂം ആണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. സോ വൈ സ്മാർട്ട് സ്റ്റുഡൻസ് സ്റ്റിൽ ഫെയിൽ UGC നെറ്റ്? ഞാനത് പറയാൻ കാരണം ഞാൻ എപ്പോഴും പറയുന്ന എക്സാമ്പിൾ ആണ്. PGയുടെ സമയത്ത് യൂണിവേഴ്സിറ്റി ടോപ്പർ, കോളേജ് ടോപ്പർ എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഇപ്പോഴും നെറ്റ് കിട്ടിയിട്ടില്ല. ഹിസ്റ്ററിയിൽ ഒരുപാട് അക്കാഡമിക്സ് ഉണ്ട്, സബ്ജക്ട് ഉണ്ട്, റിസർച്ച് പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ആൾക്കാർക്ക് നെറ്റ് കിട്ടാത്തവരുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് സ്റ്റുഡൻസ് ഫെയിൽ ആകുന്നത് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ദിസ് എക്സാമിനേഷൻ ഈസ് സംതിങ് കോമ്പറ്റീറ്റീവ്. ഇതൊരു കോമ്പറ്റീറ്റീവ് മോഡ് എക്സാം ആണ്. അപ്പൊ കോമ്പറ്റീറ്റീവ് മോഡ് എക്സാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചറുകൾ മനസ്സിലാക്കിയിട്ട് പ്രിപ്പറേഷൻ നടത്തണം. അല്ലാതെ എനിക്ക് ഹിസ്റ്റോറിക്കലി ഇത്ര നോളജ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് നോളജ്. You have to understand and should have certain qualities and qualification to clear this competitive mode of examination. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഒരുപാട് പഠിച്ചുകൊണ്ട് ഒരുപാട് കിട്ടും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. ഓക്കെ, ഒരുപാട് പുസ്തകം പഠിച്ചു എന്നുള്ളതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ജസ്റ്റ് എ സെക്, ഒരുപാട് പഠിച്ചു അല്ലെങ്കിൽ വായിച്ചു എന്നുള്ളത് കൊണ്ട് എന്ത് സംഭവിക്കാൻ പോകുന്നില്ല, നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് കിട്ടണം എന്ന് നിർബന്ധമില്ല. ഞാനിത് പറയാൻ കാരണം പലപ്പോഴും പല സ്റ്റുഡൻസും പല ലെവൽ ഓഫ് പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും പഠിച്ചിട്ട് നെറ്റ് കിട്ടുന്നില്ലല്ലോ എന്നുള്ള പരാതിയും കോമൺലി വരും. ആൻഡ് റീഡിങ് നോട്ട്സ് അത് ക്വസ്റ്റ്യൻ വായിക്കുന്ന പോലെയല്ല. അതായത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു അതുകൊണ്ട് നെറ്റ് കിട്ടണം നിർബന്ധമില്ല. നിങ്ങൾ ഒരുപാട് നോട്ട് വായിച്ചു നെറ്റ് കിട്ടണം നിർബന്ധമില്ല, കാരണം ക്വസ്റ്റ്യൻ ക്ലിയർ ആവത്തില്ല. കോച്ചിങ് എടുത്തത് കൊണ്ട് നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് സെലക്ഷൻ കിട്ടത്തില്ല അൺലെസ് ആൻഡ് അണ്ടിൽ യു ആർ ഫോളോയിങ് ദ റൈറ്റ് കോച്ചിങ്. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത് പല കുട്ടികൾക്കും അത് മുമ്പ് എക്സ്പീരിയൻസ് ഉണ്ടാവും. ഈവൻ നമ്മുടെ പുതിയ ബാച്ചിൽ വരെയുള്ള കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സർ ഐ ഹാഡ് എ കോച്ചിങ് ബിഫോർ ദർ, പക്ഷെ എനിക്ക് വേണ്ടതുപോലെയുള്ള ഒരു ഗൈഡൻസോ അല്ല അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ദാറ്റ്സ് വൈ ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് നെറ്റ് എക്സാമിനേഷൻ പ്രിപ്പറേഷൻ നടത്തിയിട്ടും ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ കോച്ചിങ് എന്ന് പറയുമ്പോൾ കോച്ചിങ്ങിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ ഹൗ മച്ച് യു ആർ ഗോയിങ് ടു പെർഫോം യുവർ സെൽഫ് എന്നുള്ളത് എപ്പോഴും ആലോചിക്കാം. ആൻഡ് സിലബസ് കംപ്ലീഷൻ കഴിഞ്ഞു എന്നതുകൊണ്ട് നിങ്ങൾ എക്സാം റെഡിനെസ് ആകുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ആകുന്നില്ല, കിട്ടുന്നില്ല, ശരിയാവില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, നിങ്ങൾ കൊടുക്കുന്ന എഫേർട്ടിന്റെ പ്രശ്നമല്ല, നിങ്ങളുടെ അപ്രോച്ചിന്റെ പ്രശ്നമാണ്. അപ്രോച്ചിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടത് നോളജ് ആണ്. അത് മാത്രം പോരാ എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്. നോളജിന്റെ കൂട്ടത്തിൽ അത് റിവൈസ് ചെയ്യാനും പ്ലസ് ഹൈ ടൈം പ്രാക്ടീസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും വേണം. ഇത് കുറെ കുട്ടികൾ കൊടുക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ഇത് കൊടുക്കണം. ഇത് എങ്ങനെ കൊടുക്കണം എന്നുള്ളതിന്റെ സ്മാർട്ട് അപ്രോച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ദാറ്റ് ഈസ് ത്രൂ PYQs. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് UGC നെറ്റ് ആക്ച്വലി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് പറഞ്ഞുതരാം. അതിനാണ് നമ്മൾ PYQs വരുന്നത്. അപ്പൊ PYQസിന്റെ ഒരു ഒബ്സർവേഷൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് എന്തിനാണെന്ന് വെച്ചാൽ, ഇനിയുള്ള ദിവസങ്ങളിൽ ഇപ്പൊ നമുക്ക് ഏൻഷ്യൻ ഇന്ത്യ തുടങ്ങിയിട്ടുണ്ട്, ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, സ്റ്റോണേജ് ഡിസ്കസ് ചെയ്തു, നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ കഴിഞ്ഞു, എന്നിട്ടാണ് നമ്മൾ ഡിസ്കഷനോട് വരുന്നത് അല്ലെ. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ അടുത്ത ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് മേക്ക് ഷുവർ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ തലയിലുണ്ട്. കാരണം അത് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങളൊരു കോമ്പറ്റീറ്റീവ് മോഡൽ പഠിക്കുന്നു നിങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളൂ.
ആ ഫീലിംഗ്നെസ് ആണ് ആക്ച്വലി, ആ ഫീലിംഗ് ആണ് ആക്ച്വലി നിങ്ങളെ പഠനത്തിൽ നിലനിർത്തുന്നതും നിങ്ങളെ കൂടുതൽ മാർക്ക് നേടാൻ സഹായിക്കുന്നതും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സെയിം ടോപ്പിക് മൾട്ടിപ്പിൾ തിങ്കിങ് പാറ്റേൺസിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഹാരപ്പൻ ട്രേഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണെന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിൾ പറയണം. ഈ ഹാരപ്പൻ ട്രേഡിൽ നിന്നും ഒരിക്കൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു, വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈറ്റ് പ്രൊവൈഡഡ് ദ ഗോൾഡ് ഫോർ ഹാരപ്പൻ പീപ്പിൾ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ 5 ഓപ്ഷൻ ഉണ്ടാവും. സോ ദാറ്റ് ഈസ് ഡയറക്റ്റ്. അനദർ ടൈപ്പ്, നിങ്ങൾക്കൊരു മാച്ച് ദി ടേബിൾ ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് തന്നു. അതിലുണ്ട് മിനറൽസ് ആൻഡ് ലൊക്കേഷൻസ്, എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നുള്ളത്. ഇതൊക്കെ NCERT വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ബുക്കുകളിൽ കൊടുത്തിട്ടുണ്ട്, ഈവൻ നമ്മളുടെ പുസ്തകത്തിലും അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സെയിം ടോപ്പിക്കിൽ നിന്നും ഡിഫറെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും. കോൺസെപ്റ്റ് റിപ്പീറ്റ് ചെയ്യും, ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യത്തില്ല. അതായത് ചോദ്യം അതുപോലെ വരണം എന്നില്ല, പക്ഷെ കോൺസെപ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഫൈൻ. പിന്നെ അടുത്താണ് ഓപ്ഷൻസ് മാറ്റർ മോർ ദാൻ സ്റ്റേറ്റ്മെന്റ്. അതായത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ABCDE എന്ന് പറയുന്ന 5 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എന്നിട്ടുണ്ടാവും വിച്ച് ഓഫ് ദി അബവ് ആർ കറക്റ്റ് വിത്ത് ദിസ് എന്നുള്ള ചോദിച്ചിട്ട് ഓപ്ഷൻ A, B, C ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇത് വായിച്ച് ബുദ്ധിമുട്ടുന്നതിനേക്കാളും എന്തുകൊണ്ട് നല്ലത് ഇതിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ള എലിമിനേഷൻ മെത്തേഡ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് ചില ക്വസ്റ്റ്യൻസ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ 1 PYQ ഈക്വൽ ടു മൾട്ടിപ്പിൾ ലെസൺസ്. ഒരൊറ്റ PYQ നിന്നും അതുമായി റിലേറ്റ് ചെയ്യുന്ന അതർ ടോപ്പിക്സ് നമുക്ക് റിലേറ്റ് ചെയ്യാനും ഇന്റഗ്രേറ്റ് ചെയ്യാനും പഠിക്കാനും അതിൽ നിന്നും എങ്ങനെയാണ് അടുത്ത പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വരുന്നതും എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ്സ് റിയാലിറ്റി. ഓക്കെ, സോ ആ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഞാനിത് ഇത്രയും പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കിയിട്ട് മാത്രമേ ഞാൻ ഈ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് 15 സെക്കൻഡ്സ് ടൈം തരാം. ഒന്ന് പെട്ടെന്ന് നിങ്ങളൊന്ന് കൊമെന്റ് ചെയ്തേ, എന്നിട്ട് ഈ ക്വസ്റ്റ്യന്റെ നേച്ചർ ഞാൻ പറഞ്ഞുതരാം. ലൈക്ക് ഈ ക്വസ്റ്റ്യൻ എത്രമാത്രം ഈസി ആയിരുന്നു, എങ്ങനെ ശരിയാക്കണം, അല്ലെങ്കിൽ ശരിയായവർ എന്ത് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യണം, തെറ്റിയവർ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ റീഡ് യുവർ സെൽഫ് ആൻഡ് കോമന്റ് യുവർ ഓപ്ഷൻസ് ഇൻ ദ ചാറ്റ് ബോക്സ്. ദാറ്റ് ഈസ് സംതിങ് വെരി മസ്റ്റ്. ഞാൻ നിങ്ങൾക്ക് ഇത്രയും എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന സമയത്ത് നിങ്ങൾ എനിക്ക് ചെയ്തു തരാതിരിക്കരുത്. എല്ലാവരും എൻ്റെ സെഷനിൽ ഇരിക്കുന്ന എല്ലാവരും ഇതിന് ആൻസർ ചെയ്തിരിക്കണം. അല്ലാത്തവര് സത്യം പറയാലോ, നിങ്ങൾ ഈ സെഷനിൽ ഇരുന്നിട്ട് ഒരു കാര്യം കിട്ടാൻ പോകുന്നില്ല. സോ ഇഫ് യു വാണ്ട് എക്സലൻസ്, ഇഫ് യു വാണ്ട് ടു ക്ലിയർ ദ നെക്സ്റ്റ് എക്സാമിനേഷൻ, ഈ പറഞ്ഞിരിക്കുന്ന വർക്ക്ഷോപ്പ് ഓറിയന്റഡ് ആയിട്ടുള്ള ഈ ലേണിംഗ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഡി പറഞ്ഞു. ഡി 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 എല്ലാവരും ഡി. പക്ഷെ ആരോ ഇടക്ക് ശരിതാ പ്രോട്ടോ ഹിസ്റ്ററി പറഞ്ഞു അല്ലെ, ബാക്കിയൊക്കെ പ്രീ ഹിസ്റ്റോറിക് എന്ന് പറഞ്ഞു. സോ ലെറ്റ് മീ റീഡ് ഇറ്റ് ഫോർ യു ഗൈസ്. ഐഡന്റിഫൈ ദ ഫേസ് ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ പോലും നമ്മൾ അറ്റൻറ്റീവ് ആയിട്ട് കെയർഫുൾ ആയിട്ട് വായിക്കണം. ഐഡന്റിഫൈ ദ ഫേസ് ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി ഡ്യൂറിംഗ് വിച്ച് ദ എർത്ത് വാസ് സ്റ്റിൽ അണ്ടർഗോയിങ് മേജർ ജിയോളജിക്കൽ ഫോർമേഷൻ ആൻഡ് ഹ്യൂമൻ ബീങ്സ് വർ ഇവോൾവിംഗ് ബയോളജിക്കലി ബിഫോർ ദ ഇൻവെൻഷൻ ഓഫ് റൈറ്റിംഗ്. What is the difference between prehistoric and historic or proto-historic? Prehistoric is the period before the invention of writing. And answer simply goes to option D. Option 1, method 1 of answering. രണ്ടാമത്തത് ഹ്യൂമൻ ബീങ്സ് വേർ ഇവോൾവിംഗ് ബയോളജിക്കലി. ഹിസ്റ്റോറിക് പറഞ്ഞ ചരിത്രം എഴുതപ്പെടുന്ന വേദിക കാലഘട്ടം മുതൽക്കുള്ളതാണ്. പ്രോട്ടോഹിസ്റ്റോറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാരപ്പൻ സിവിലൈസേഷൻ ആണ്. കാൽക്കോലിത്തിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാരപ്പൻ സിവിലൈസേഷനുമായിട്ട് പാരലലിയും മുമ്പും ശേഷം നടക്കുന്ന പീരീഡാണ്. അപ്പൊ ഇതിലൊക്കെ മനുഷ്യന്മാർ നല്ലപോലെ തങ്കക്കുട്ടപ്പന്മാരായിട്ട് അവർ ഇന്നോവേഷൻസിന്റെ പിന്നാലെയാണ്. അവിടെ ഹ്യൂമൻ ബീങ്സ് എന്തല്ല, ഇവോൾവിംഗ് അല്ല. ഹ്യൂമൻ ബീങ്സിന്റെ ഇന്റലക്ച്വൽസ് ആണ് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബയോളജിക്കലി അല്ല. ബയോളജിക്കലി ഓൾറെഡി വന്നിട്ടുണ്ട്. കാരണം നമുക്കറിയാം ഈ സമയമാകുമ്പോഴേക്കൊക്കെ ഹോമോസാപ്പിയൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത്. സോ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിൽ ആൻസർ ഈസ് വെരി സിമ്പിൾ ആണ്, പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ആണ്. എന്തുകൊണ്ടാണ് ശരി ഇതൊക്കെ തെറ്റിയത്? നീതിന് എന്തുകൊണ്ട് തെറ്റി? ഒന്ന് പറയണേ, ഒന്ന് പറയണം. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ മിണ്ടാതെ എന്താ അയ്യോ സാറേ എന്താ പറയാ എന്നൊന്നും വിചാരിച്ചിരിക്കരുത്. പഠിക്കാൻ വേണ്ടി വന്നതാണോ, തെറ്റുകളിലൂടെ പഠിക്കാനുള്ള ഒരു മെന്റാലിറ്റി വേണം. ബാക്കിയുള്ളവർ വിചാരിക്കുന്നുള്ള ചിന്തയും കൊണ്ടൊന്നും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ രക്ഷപ്പെടത്തില്ല.
നിങ്ങൾക്ക് എക്സൽ ചെയ്യണം, നിങ്ങൾക്ക് മുന്നോട്ട് പോകണം. ബി കറേജിയസ് ആൻഡ് ബി സ്ട്രോങ് വിത്ത് യുവർ ഓൺ ട്രാക്ക്. മുന്നോട്ട് പോവാ. ശരിതാ, പറയൂ. കമോൺ. പെട്ടെന്ന് മാറിപ്പോയതാണ് അല്ലേ? ഓപ്ഷന് പെട്ടെന്ന് മാറിപ്പോയതാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ശരിത. ദാറ്റ് ഈസ് വൺ ഓഫ് ദ കോമൺ മിസ്റ്റേക്ക് ഹാപ്പനിങ് ടു മെനി ഓഫ് ദ സ്റ്റുഡൻസ് ബിക്കോസ് ഓഫ് ആൻസൈറ്റി. അതൊക്കെ നമുക്ക് മാറ്റണം. അങ്ങനത്തെ സെഷൻസ് ഒക്കെ ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാല് അങ്ങനെ കുറെ കയ്യബദ്ധങ്ങൾ പറ്റും. കയ്യബദ്ധങ്ങൾ നമ്മൾ നേരത്തെ പറയുന്നതൊക്കെ നമ്മുടെ ഒരു പിഴവായിട്ട് വരുമ്പോൾ നമ്മുടെ ആൻസറിനെ അത് ബാധിക്കും. അപ്പൊ ഇപ്പൊ ഒരാൾ ബി കുത്തിയിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഡി കുത്തുന്നു. അതെന്തുകൊണ്ടാ? സാറേ മാറിപ്പോയതാ. അതൊക്കെ സംഭവിക്കും. അപ്പൊ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ വരുത്താതിരിക്കരുത്. ഇത് വെരി ഈസി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ സമയം എടുക്കുന്നില്ല. ഈസി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത്, ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇറ്റ്സ് എ കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. ഇത് കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തത്, നിങ്ങൾ എന്ത് ചെയ്യണം? കീ ടേംസ് ഇൻ ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ, ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുള്ള കീ ടേംസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഫോർ എക്സാമ്പിൾ, എന്താ GST? സോറി, GST അല്ല, GTS. എനിവൺ അറിയെങ്കിൽ അറിയും, ഇല്ലെങ്കിൽ ഇല്ല. നോ, രണ്ട് ഉത്തരമാണ്. പക്ഷെ മിണ്ടാതിരിക്കൽ ഉത്തരമല്ല. സോ മേക്ക് യുവർ കമന്റ്. എന്താണെന്നുള്ളത് കമന്റ് ചെയ്യും. Comment please, comment. അറിയില്ല, നോ. അതാണോ കൂടുതൽ? അയ്യോ. ഗ്രാൻഡ് ട്രങ്ക് സപ്ലിമെന്ററിയോ? ഗ്രാൻഡ് ട്രങ്ക് സ്ട്രീറ്റ് ആണോ? പിന്നെ ആര് പറയും? പറയണ്ടേ? ഓക്കെ, അപ്പൊ ഫുള്ളുണ്ട്. അപ്പൊ ഫുള്ള് ഇല്ലാത്തതുകൊണ്ട് അതല്ല എന്ന് മനസ്സിലായല്ലോ. അല്ല. ജിയോളജിക്കൽ ടൈം സ്കെയിൽ. ഈ ജിയോളജിക്കൽ ടൈം സ്കെയിലിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എപ്പോക്ക്, നമ്മുടെ എപ്പോക്ക് കേട്ടിട്ടില്ലേ? എപ്പോക്ക്, ഇറ എന്നുള്ള വാക്കുകളൊക്കെ നമ്മൾ വരുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇത് പഠിക്കാനുള്ള ബെസ്റ്റ് സോഴ്സ് എന്താ? നമ്മളുടെ 3 വോളിയത്തിന്റെ ബുക്ക് കയ്യിലുണ്ടോ? ആ പുസ്തകത്തിന്റെ തുടക്കത്തിൽ അതൊക്കെ ഉണ്ട്. ഒന്നാമത്തെ ചാപ്റ്ററിലുണ്ട്, രണ്ടാമത്തെ ചാപ്റ്ററിലുണ്ട്. ഒന്നാമത്തെ സോഴ്സസ് ആണ്, രണ്ടാമത്തെ ചാപ്റ്ററിൽ അത് കിടപ്പുണ്ട്. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കുക. അതിനാണ് നിങ്ങൾക്ക് ടൈം എടുത്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അപ്രോച്ചുകൾ തരുന്നത് കേട്ടോ. അപ്പൊ ആ രീതിയിലൊന്ന് നോക്കുക. ഫൈൻ. പുസ്തകം കിട്ടാത്തവർ ഇന്നോ നാളെ കിട്ടും. ഓക്കെ, ഇന്നിപ്പം ഞാൻ എന്തായാലും സമയം ഉണ്ടാവില്ല, നാളെ കിട്ടുമായിരിക്കും എന്തായാലും. അപ്പൊ ആ രീതിയിൽ നോക്കാം. ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ, അസർഷൻ ആൻഡ് റീസൺ. ഇതൊന്ന് വായിച്ചു നോക്കിക്കേ. ഇതും നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ ആൻസർ ചെയ്യേ. കുഴപ്പമില്ല, ടൈം എടുത്തോ, ഒരു 30 സെക്കൻഡ്സ് എടുത്തോ, പക്ഷെ മേക്ക് ഷുവർ യു ആർ ആൻസറിങ്. സി 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 ഓക്കെ, എല്ലാവരും സിയിലോട്ടാണ് വരുന്നത് അല്ലേ? സി ഓക്കെ. So the question is that India is bound on the north by the Himalayas, on the south, east, west and by the open sea. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. റീസൺ പറയുന്നത് എന്താ? Therefore India was completely cut off from the rest of the world. അല്ലേ? ഓക്കെ. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. സോ ബൈ അനലൈസിംഗ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, നിങ്ങൾ അസർഷൻ റീസൺ വരുന്ന സമയത്ത് ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ഇതിനെ സ്റ്റേറ്റ്മെന്റ് 1 ആക്കി എടുക്കുക, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് 2 ആക്കി എടുക്കുക. എന്നിട്ട് സ്റ്റേറ്റ്മെന്റ് 1 പരിശോധിക്കുക, ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് തന്നെ ശരിയാണോ അല്ലേ എന്നുള്ളത്. സോ ഇന്ത്യ is bounded on the north by the Himalayas. ശരിയല്ലേ? ഓൺ ദ സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് വി ആർ ഹാവിംഗ് ഓപ്പൺ സീ. ശരിയല്ലേ? ശരിയാണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. അപ്പൊ എ എന്ന് പറയുന്നത് എന്താണ്? ശരിയാണ്. എ എന്ന് പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡി ഒഴിവാക്കി കൂടെ? ഒഴിവാക്കാം. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്നുള്ളതാണ് അടുത്ത് നോക്കുന്നത്. Therefore India was completely cut off from the rest of the world. തെറ്റാണ്. ഇന്ത്യ റെസ്റ്റ് ഓഫ് ദി വേൾഡ് ആയിട്ടുണ്ടോ? ഇല്ല. കംപ്ലീറ്റ്ലി എന്നും പറഞ്ഞു റെസ്റ്റ് ഓഫ് ദി വേൾഡ് കട്ട് ഓഫ് ആയിട്ടുണ്ട്? ഇല്ല. ഇത് ആക്ച്വലി നാച്ചുറൽ ബൗണ്ടറീസ് ആണ് വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവിടൊക്കെ ഓഷ്യൻ, ഓഷ്യൻ,
ഇവിടെ ഹിമാലയാസ് നോർത്തിലേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ നോർത്ത് വെസ്റ്റിൽ കണക്ഷൻ ഉണ്ടേ, അങ്ങനെ ആലോചിക്കാം. ഇനി അതല്ല, കണക്ഷൻ ഇല്ല എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും ഇതെല്ലാം ജോഗ്രഫിക്കൽ ബൗണ്ടറീസ് ആണ്. ജോഗ്രഫിക്കൽ ബൗണ്ടറീസ് ആർ നോട്ട് ഐസൊലേഷൻ. ജോഗ്രഫിക്കൽ ബൗണ്ടറീസ് ആർ ഫോർ സെക്യൂരിറ്റി. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഫൈൻ. സോ ആൻസർ ഇസ് സി. സി ഇസ് ദി ആൻസർ. ക്ലിയർ? യെസ്. നൗ തേർഡ് ക്വസ്റ്റ്യൻ. മേക്ക് ഇറ്റ് ഫാസ്റ്റർ, മേക്ക് ഇറ്റ് ഫാസ്റ്റർ. മേക്ക് ഇറ്റ് ഫാസ്റ്റർ. എല്ലാവരും ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണേ, കാരണം PYQയിലൂടെ നമ്മൾ കുറച്ച് കോൺസെപ്റ്റുകളൊക്കെ പഠിക്കാൻ വേണ്ടി പോവാണ്. കമോൺ കമോൺ. ആ, ഡി ബി ഡി 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 ബി 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 ഡി 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 ബി 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 പലതുണ്ട്. ഡിയും ബിയും ആണ് ഉത്തരം വരുന്നത് അല്ലെ. സോ ലെറ്റ് മീ ഡിസ്കസ് ഇറ്റ് ഗൈസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രീ ഹിസ്റ്റോറിക് സൈറ്റ് ഇൻ ഇന്ത്യ ഹാസ് റീസെന്റ് yielded the evidence of a fossilized human baby skull contributing significant understanding of early human evolution? ലഖാനിയ, ഹത്നോറ, ബോറി, ഒതായ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഇതൊക്കെ PYQs ആട്ടോ, പല രീതിയിലുള്ള PYQs ആണ്. ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ ചിലത് ഞാൻ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ രീതിയിലുള്ള കുറച്ചുകൂടെ നിങ്ങൾക്ക് വായിക്കാൻ ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ കുറച്ചൊന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ആൻസർ വരുന്നത് ഒഡായി ആണ്. ഇറ്റ്സ് എ ഫാക്ച്വൽ ക്വസ്റ്റ്യൻ. ഇത് എന്താ നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്ന് മാത്രം ഞാൻ പറഞ്ഞുതരാം. ഇത് രണ്ട് ഇൻസൈറ്റ് തരുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ ചില ടോപ്പിക്കുകൾ നിങ്ങൾ ഫാക്റ്റുകൾ പഠിച്ചിരിക്കൽ മസ്റ്റ് ആണ്. ചില ടോപ്പിക്കുകൾ നിങ്ങൾ ഫാക്റ്റ് പഠിക്കൽ മസ്റ്റ് ആണ്. അതിലൊന്നാണ് സൈറ്റ് ആൻഡ് ഇമ്പോർട്ടൻസ്. ഇത് നിങ്ങൾ പഠിക്കേണ്ട യൂണിറ്റുകളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണേ. ഒന്ന്, സ്റ്റോൺ ഏജ്, അതിലെല്ലാവരും ഉണ്ടല്ലോ, പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക്. രണ്ട്, IVC. മൂന്ന്, വേദിക് കൾച്ചറിന്റെ സെന്റേഴ്സ്, വേദിക് സെന്റേഴ്സ്. നാല്, മഹാജനപദാസ്. ഈ നാലെണ്ണത്തിന്റെ സൈറ്റുകളും ഇമ്പോർട്ടൻസും പഠിച്ചു വെക്കൽ മസ്റ്റാണ്. പക്ഷേ സാറേ ഇത്രയും ടോപ്പിക്സ് ഇത് തന്നെ ഉണ്ട്, ഒരു 100% ഉണ്ടാവും. ഐ ക്യാൻ ഗ്യാരണ്ടീസ് മിനിമം 100%. ഇതെങ്ങനെ പഠിച്ചു വെക്കാം, ഇതെങ്ങനെ പഠിച്ചു വെക്കണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മുടെ ക്ലാസ്സിന്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അത് വൃത്തിക്ക് പഠിക്കുക, ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി. ഓക്കെ, അപ്പൊ അത് വളരെ വൃത്തിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ പീരീഡിലുള്ള സൈറ്റുകളാണ് എന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ വേണം പഠിക്കാൻ. അതാണ് ഇതിൽ നിന്ന് എടുക്കേണ്ട ഇൻസൈറ്റ്. അത്ര മാത്രം എടുത്താൽ മതി. കാരണം ഒരുപാട് ഇൻസൈറ്റുകൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കോംപ്ലക്സിറ്റി വരും. പക്ഷെ ഈ രീതിയിൽ ഇത് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇത് നോക്കിക്കേ, ഇത് ആക്ച്വലി ഹിസ്റ്ററി PYQ അല്ല, ഇത് ആർക്കിയോളജി എക്സാമിനേഷന്റെ PYQ ആണ്. ഞാൻ ആ ക്വസ്റ്റ്യൻ ഇന്റഗ്രേറ്റ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദിസ് ക്യാൻ ബി യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബിക്കോസ് ബോത്ത് ആർക്കിയോളജി ആൻഡ് ഹിസ്റ്ററി ഹാസ് ഗുഡ് കോർ റിലേഷൻഷിപ്പ്. അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ദ ഫസ്റ്റ് സിസ്റ്റമാറ്റിക് ആൻഡ് സയന്റിഫിക് അറ്റംപ്റ്റ് ടു പുട്ട് ഇന്ത്യൻ പ്രീ ഹിസ്റ്ററി ഓൺ എ പ്രോപ്പർ ഫൗണ്ടേഷൻ. അതായത് ഒരു സംഘടനയുടെ കീഴിൽ ഇന്ത്യൻ പ്രീ ഹിസ്റ്റോറിക് പീരീഡിനെ സയന്റിഫിക് ആയിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും പഠിക്കാൻ ആദ്യമായിട്ട് തുടങ്ങിയത് ആരാണ്? ഇത് ഫാക്ച്വൽ ക്വസ്റ്റ്യൻ അല്ലേ? പക്ഷെ ഇതിൽ ചിലത് നമുക്ക് എലിമിനേറ്റ് ചെയ്തൂടെ? ആ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒന്നാണ് എന്ത്? ഡക്കാൻ കോളേജ് ഓഫ് പൂനെ. ഇത് 19th സെഞ്ചുറിയിൽ ഉണ്ടായിട്ടുള്ള ഒന്നാണ്. അതിന്റെ മുന്നേ ഉണ്ടായിട്ടുള്ള ഒന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. യാലെ കാംബ്രിഡ്ജ് എക്സ്പെഡീഷൻ, ഇവരാണ് തുടങ്ങിയിരിക്കുന്നത്. ആൻസർ ഇസ് ബി ആണ്. ഇറ്റ്സ് എ ഫാക്ച്വൽ ക്വസ്റ്റ്യൻ, പക്ഷെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമുക്ക് ആവശ്യം വരും. പക്ഷെ നിങ്ങൾ എല്ലാം പഠിച്ചു വെക്കൽ പോസിബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓണസ്റ്റ്ലി പറയും അല്ല. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലൂടെ പഠിച്ചു വെക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനത്തെ ആലോചിക്കുക.
ഇവിടെ ഫർദർ ഇൻഫർമേഷൻ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെ ബ്രീഫായിട്ട് പറഞ്ഞു തന്നിട്ട് ഈ നോട്ട് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ അതനുസരിച്ച് പഠിച്ചാൽ മതി. യാലെ കോമ്പറ്റീവ് എക്സ്പെഡിഷൻ 1930കളുടെ സമയത്താണ് ആദ്യമായിക്കൊണ്ട് സയന്റിഫിക് ആയിട്ട് ഇന്ത്യൻ പ്രീ ഹിസ്റ്ററിയെ പഠിക്കുന്നത്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കട്ടെ. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യാസ് പ്രീ ഹിസ്റ്റോറിക് പീരിയഡ്? ഫാദർ ഓഫ് ഇന്ത്യാസ് പ്രീ ഹിസ്റ്റോറിക് പീരിയഡ് ആരാ? വേഗം പറ, വേഗം പറ. യാ വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. മുഫീം വെരി ഗുഡ്. പ്രിയ വെരി ഗുഡ്. സ്റ്റുഡന്റ് വെരി ഗുഡ്. ബേബിങ്ടൺ ഫൂട്ട്, റോബർട്ട് ബ്രൂസ് ഫൂട്ട് കേട്ടോ, അതാണ് ഉത്തരം. അപ്പൊ പുള്ളിക്കാരൻ എന്തുകൊണ്ട് അത് കിട്ടി? എവിടെ എക്സ്കവേറ്റ് ചെയ്തപ്പോഴാണ്? എപ്പോഴാണ്? ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? വേണം, അത്ര അറിഞ്ഞിരുന്നാൽ മതി. കാരണം അത്ര ഫാക്റ്റുകൾ നമുക്ക് ആവശ്യമുള്ളൂ, ഒരുപാട് ഇൻഡെപ്തിൽ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇവർ സ്ട്രാറ്റിഗ്രാഫിക്കൽ എക്സ്കവേഷൻ എന്ന് പറയുന്ന ഒരു എക്സ്കവേഷൻ മെത്തേഡ് ഉണ്ട്, അത് തുടങ്ങി വെച്ചത് ഇവരാണ്. ഈ ഒരു ടേം ഒന്ന് അറിഞ്ഞിരിക്കുന്നുണ്ടാവും. പിന്നെ ജിയോളജിക്കൽ കോ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഈ പ്രദേശവും ആ പ്രദേശവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചു. പിന്നെ ഇന്റർ ഡിസിപ്ലിനറി ആർക്കിയോളജിയും ജിയോളജിയും ആന്ത്രോപോളജിയും ഒക്കെ റിലേറ്റ് ചെയ്തു. പണ്ടിപ്പോ നമ്മൾ മനുഷ്യന്റെ ചരിത്രം പറയുമ്പോൾ ഹിസ്റ്ററി മാത്രമേ പറയുള്ളൂ. പക്ഷേ കാശ്മീരിലുള്ള മനുഷ്യന്റെ ചരിത്രവും കേരളത്തിലുള്ള മനുഷ്യന്റെ ചരിത്രവും വ്യത്യാസമുണ്ട്. കാരണം എന്താ? ഡിഫറെന്റ് ജോഗ്രഫിയാണ്. അപ്പോൾ സബ്ജക്റ്റുകൾ നമ്മൾ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് മാറുന്നുണ്ടല്ലേ? സിമിലർലി ആ അപ്രോച്ച് സ്വീകരിച്ചവരാണ് ആര്? യാലെ കാംബ്രിഡ്ജ് എക്സ്പെഡിഷൻ എന്ന് പറയുന്നത്. അതിന്റെ ആൾക്കാരായിരുന്നു ഹെൽമുട്ട് ടെറ, ടി പാറ്റേഴ്സൺ. ഈ രണ്ട് പേര് വേണമെങ്കിൽ ഇത് പഠിച്ചു വെച്ചാൽ ഭാവിയിൽ ഒരു പക്ഷെ ആവശ്യം വന്നേക്കാം. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ, നോട്ട് ചെയ്യാനുള്ളവരൊന്ന് നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, ബാക്കി നിങ്ങൾ നോട്ട് ഇപ്പോൾ എഴുതിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇൻസൈറ്റ് ഡെവലപ്പ് ചെയ്ത് എടുക്കുക. ബാക്കി നോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഡെഫിനറ്റ്ലി തരാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇത് നോക്കിക്കേ, പെട്ടെന്ന് 10 സെക്കൻഡ്സ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഞാനൊരു പ്രൈമറി ഡിസ്കഷൻ ആയതുകൊണ്ട് വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ആഡ് ചെയ്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ഇൻ ഇന്ത്യ പ്രൈമറിലി അസോസിയേറ്റ് വിത്ത് നിയോലിത്തിക് പീരീഡ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് എന്ന് തോന്നുമെങ്കിലും ഓപ്ഷൻസ് കാണുമ്പോൾ ചിലപ്പം കയ്യിൽ നിന്ന് പോകും. ഡു ഇറ്റ് യുവർ സെൽഫ് ഗൈസ്, മേക്ക് ഇറ്റ് ഫാസ്റ്റർ, മേക്ക് ഇറ്റ് ഫാസ്റ്റർ, മേക്ക് ഇറ്റ് ഫാസ്റ്റർ. പെട്ടെന്ന് ഇതൊന്ന് കൂടുതൽ ആലോചിച്ചിട്ട്. യാ വെരി ഗുഡ്. കൂടുതൽ ആലോചിക്കാതിരിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ വിൽ ബി കൺഫ്യൂസ് ആൻഡ് ദർ ഇസ് എ ഹൈ ചാൻസ് ഫോർ മേക്കിംഗ് ദ ഓപ്ഷൻസ് റോങ്. തെറ്റ് വരുത്താനുള്ള ചാൻസും വളരെ കൂടുതലാണ്. കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ദോസ് ഹു മേഡ് ഓപ്ഷൻ എ ലോഥൽ. ദാറ്റ് ഈസ് എ റോങ് ആൻസർ. ലോത്തൽ നമ്മൾ പഠിക്കുന്ന എവിടെയാ? അത് ഹാരപ്പൻ സിവിലൈസേഷന്റെ പ്രൈമറി സൈറ്റ് ആയിട്ടാണ്. അല്ലേ? ആണ്, അത് നമുക്കറിയാം. കുണാൽ, Chirand in the Bihar is the correct answer. Dhyamabad, that is highly associated with the Chalcolithic period. Chirand is Neolithic period. And there is Kunal as well. So there can be many options without our knowledge. അപ്പോൾ അതുകൊണ്ട് ഫർദർ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ലോത്തൽ എന്താണ്, കുനാൽ എന്താ, ദൈമാബാദ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബീഹാറിന്റെ ഫീച്ചേഴ്സും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്നതാണ് മക്കളെ. അതുകൊണ്ട് തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് റീഡിങ് കെയർഫുൾ ആക്കണം, കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. 2 റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള നിങ്ങളുടെ മെന്റാലിറ്റി, മെന്റൽ ആക്സസ്, ഇന്റർ റിലേഷൻഷിപ്പിന്റെ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് പേരുകൾ കണ്ടപ്പോൾ നിങ്ങൾ തെറ്റുള്ളതെടുത്ത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കേട്ട് പരിചയമുള്ള ലോത്തല്ലോട്ട് നിങ്ങൾ പോയത്. അപ്പൊ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? ഇൻ ബിറ്റ്വീൻ സെറ്റ് ആക്കാം. ഓക്കെ, ഇൻ ബിറ്റ്വീൻ സെറ്റ് ആക്കാം. ഡോണ്ട് വറി, നമ്മൾ ഒരു നല്ലൊരു സ്റ്റാർട്ട് ആകട്ടെ എന്ന് വിചാരിച്ച് മാത്രം നിങ്ങൾ പഠിക്കുക. ഇതുവരെ ഒരുപാട് തവണ പരീക്ഷ എഴുതിയിട്ടുണ്ട് എങ്കിൽ പോലും ഡോണ്ട് വറി, ലെറ്റ് ഇറ്റ് ബി എ ന്യൂ ബിഗിനിങ് ആൻഡ് എ സ്ട്രോങ് ബിഗിനിങ് ഇൻ എ ഗുഡ് ആൻഡ് കറക്റ്റ് ഡയറക്ഷൻ. ആ രീതിയിൽ മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യനാ. ഹാരപ്പൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് 1-2 ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് നിർത്താം. Come on, make this answer. Come on. Harapans followed, yes. ഇതെല്ലാവരും ആൻസർ ചെയ്യണം. സെഷനിൽ ഇരിക്കുന്ന എല്ലാവരും ആൻസർ ചെയ്തിരിക്കണം. യു ഹാവ് 4 ഓപ്ഷൻസ്. ഗോ ഫോർ എനിത്തിങ്, നോ വറീസ്.
എല്ലാവരും സെഷനിൽ ഇരിക്കുന്ന ആരും ഇത് ചെയ്യാതിരിക്കരുത്. ഈ ഞാനിങ്ങനെ ഈ ശാപൊന്നും പറയാത്ത ടീമാ. ഓക്കെ, നമ്മളെ എന്തുണ്ടെങ്കിലും ആരും ശപിക്കരുത് എന്നുള്ളത്. ഞാനെങ്ങാനും പറയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താത്തവർക്ക് നെറ്റ് എക്സാമിനേഷൻ കിട്ടാതിരിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പേടിക്കായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിലോട്ടും പോകുന്നില്ല. ബട്ട് നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുന്നത് പഠിക്കാനാണെങ്കിൽ ആൻസർ ചെയ്യുക. ഞാൻ ആ രീതിയിൽ സംസാരിക്കുള്ളൂ. സോ അതുകൊണ്ട് ഡു ഇറ്റ് എവരി വൺ. 15 പേര് ഇപ്പൊ ചെയ്തു, ബാക്കിയുള്ളവര്. ഓക്കെ, ഈ ക്വസ്റ്റിന് വലിയ വലിയ പ്രത്യേകതകളുണ്ട്. സി 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 ബി 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 പിയും ഡിയും ആണ് ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്നത്. സോ ബി ഡി കൊടുത്തിരിക്കുന്നവരുടെ സന്തോഷ വാർത്തയിലോട്ട് ഈ ക്വസ്റ്റ്യൻ തന്നെ തെറ്റാണ്. ഓക്കെ, സോ സംടൈംസ് UGC നെറ്റ് ക്യാൻ ബ്രിങ് റോങ് ക്വസ്റ്റ്യൻസ്. ഹാരപ്പൻസ് ഫോളോഡ് എ ഹൈലി സ്റ്റാൻഡേർഡ് സിസ്റ്റം ഓഫ് വെയിറ്റ് ആൻഡ് മെഷർ ഫോർ ട്രേഡ് ആൻഡ് കൊമേഴ്സ്. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഇട്ടത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ എത്രമാത്രം നിങ്ങൾ പഠിക്കുന്നതിൽ അഷ്വേർഡ് ആണെന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. നിങ്ങൾ പഠിച്ച കാര്യത്തിൽ പോലും നിങ്ങൾ അഷ്വേർഡ് അല്ല എന്നുള്ളതാണ് 15 പേരുടെയും തെറ്റിന്റെ ഉത്തരം. ഒരൊറ്റ ക്വസ്റ്റ്യൻ ഇതിൽ ശരിയല്ല. 1:2:3:4 എന്ത് തേങ്ങയാണത്? 1 2 3 4 ഇങ്ങനെയാണോ വെയിറ്റിന്റെ മെഷർ വരുന്നത്? അല്ല. ഹാരപ്പൻസിന് ഒരു മെക്കാനിസം ഉണ്ടായിരുന്നു. രണ്ടിന്റെ ഇരട്ടകളെ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1 4 8 10 8 2 പിന്നെ 10 ആണോ വരേണ്ടത്? 16 വരേണ്ടത്. 1 3 6 9 ശരിയല്ല. 1 2 4 6 4 കഴിഞ്ഞ പിന്നെ 8 വരേണ്ടത്. 6 കഴിഞ്ഞ 12 വരേണ്ടത്. സോ ക്വസ്റ്റ്യൻ തന്നെ ഇറ്റ്സെൽഫ് തെറ്റാണ്. ഞാൻ നിങ്ങളെ പറ്റിച്ചതാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതാത്തവർ ഒരു പക്ഷെ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഉണ്ടാവുക. അവർക്ക് നന്ദി പറയുന്നു. പക്ഷെ ബാക്കിയുള്ളവരോട് നിർബന്ധിച്ച് എന്തിനാണെന്ന് വെച്ചാൽ ചില ക്വസ്റ്റ്യൻസ് തെറ്റാകും എന്ന് പറയാൻ വേണ്ടിയാ. ഹാരപ്പൻസിന്റെ വരുന്നത് 1 2 4 8 16 32 ഇങ്ങനെയാണ് പോവുക. കാരണം ഹാരപ്പൻസ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന ബൈനറി സിസ്റ്റം ആണ്, പവേഴ്സ് ഓഫ് 2. അപ്പൊ അതിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അത് ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, ഒരൊറ്റ കാര്യം മനസ്സിലാക്കി വെക്കുക. എന്ത്? നിങ്ങൾ പഠിക്കുന്ന ചില നമ്പറുകൾ അത് സ്ട്രോങ് ആക്കി പഠിക്കാനുള്ളതാണ്. ഈ ഒരൊറ്റ ചിത്രീകരണം ഉണ്ടായാൽ മതി. ഓക്കെ, അത്രയെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുമോ? വീഡിയോ നോക്കാൻ പറ്റുമോ? ഞാൻ 1 2 ചെറിയ ടിപ്സ് പറഞ്ഞുതരാം. ബുദ്ധിമുട്ടില്ലാത്തവരൊന്ന് വീഡിയോ നോക്കോ പ്ലീസ്, ഐ റിക്വസ്റ്റ്. പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ നോക്കുക. കാരണം ഈ ഒരുപാട് ക്ലാസ് എടുക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഡയറക്ഷൻ ആണ്, ഗൈഡൻസ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം അത് ഭയങ്കര റിഫ്ലക്ഷൻ വരും എന്നുള്ളത് കൊണ്ട്. Yeah, thank you all people so far, all my dear students. Fine, സൗണ്ട് പോയല്ലോ. നിങ്ങള് 100 അറിവ് പഠിക്കുന്നതിനേക്കാളും ഞാൻ നിങ്ങളോട് പറയുന്നത് 10 അറിവ് നിങ്ങൾ വൃത്തിക്ക് പഠിച്ചോ എന്നുള്ളതാണ്. നിങ്ങൾ പഠിക്കുന്ന ആ ഒരു ഇൻഫോ ഉണ്ടല്ലോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇൻഫോ. എപ്പോഴാ ഹാരപ്പൻ സിവിലൈസേഷന്റെ ഫസ്റ്റ് നമ്മൾ ഡിസ്കവറി നടക്കുന്ന എപ്പോഴാ? നിങ്ങൾ പറ. 1921 ഹാരപ്പൻ സൈറ്റും ഓക്കെ, 1921 ഹാരപ്പൻ ഡിസ്കവറി നടക്കുന്നത്. 1922 ആണ് മോഹൻജുദാരോ വരുന്നത്. ഇത് വളരെ ബേസിക് ആണ്. അങ്ങനെ നിങ്ങൾ സെറ്റാക്കി പഠിക്കേണ്ട ഒരു 5 ഉണ്ടെങ്കിൽ ആ 5 എപ്പോ ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. അത് നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്നുണ്ടോ? യു ആർ ഇൻ ദ റൈറ്റ് ട്രാക്ക് ഓഫ് പ്രിപ്പറേഷൻ. അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരം എന്നോട് പറയുന്ന പോലെയുള്ള ഒരു കംപ്ലൈന്റ് ആയിട്ട് നിങ്ങൾ മാറും. നിങ്ങൾ നിങ്ങളുടെ വീക്ക്നെസ്സിനെ മാറ്റാൻ ശ്രമിച്ചിട്ടില്ല അപ്പോഴും എന്ന് ഞാൻ പറയത്തുള്ളൂ. സോ ഈ സെഷനിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അടുത്ത എക്സാമിനേഷൻ ക്ലിയർ ചെയ്തിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ എത്ര മടങ്ങ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ ദാറ്റ്സ് വൈ ഐ എം സേയിങ്, പഠിക്കുന്ന ഒരു ഇൻഫോ ഉണ്ടെങ്കിൽ അത് എപ്പോൾ ചോദിച്ചാലും കിട്ടണം. ആ ഒരൊറ്റ മെന്റാലിറ്റി ഉണ്ടാക്കി കൊടുത്തു നോക്കിക്കേ, കാര്യം നടക്കും. ഹാരപ്പൻ സിവിലൈസേഷനിൽ നിങ്ങൾക്ക് എത്ര നമ്പർ പഠിക്കാണ്ട്? ഒന്ന് ഈ വെയിറ്റ് ആൻഡ് മെഷർ പഠിക്കാനുണ്ട്. ഇതാണ് ബൈനറി എന്ന് പറയുന്നത്. ഈ നമ്പറായിട്ട് പഠിക്കാവുള്ളൂ. ബാക്കിയൊക്കെ ഇയേഴ്സ് ആണ്. ഓക്കെ, ബാക്കി ഇയേഴ്സ് ആണ് വരുന്നത്. അപ്പൊ അതിൽ പല ഇയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, ചെറിയ ടിപ്പിലൂടെ വലിയ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. നിങ്ങൾ റൈറ്റ് ആയിട്ട് പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം മാത്രം ഉറപ്പിക്കുക. നിങ്ങൾക്ക് ഇതിന് ക്യാപ്സ്യൂളായിട്ട് ചിലത് തരാൻ പറ്റുന്നൊക്കെ ഞാൻ തരാൻ വേണ്ടി ശ്രമിക്കാം. കൂട്ടത്തിൽ 1 2 കാര്യങ്ങൾ ഞാൻ പറ്റി പറഞ്ഞു തരികയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി ഇന്നത്തെ സെഷന്റെ ഒരു
റിവ്യൂ ഞാൻ പറയാണ്. അപ്പൊ നമ്മളിപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അല്ലെ. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു സെക്കൻഡ്, സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീന്? ഓക്കെ, ഫൈൻ ഫൈൻ. ഞാൻ നിങ്ങളോട് Yes. പറയുന്നത്, ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ നിങ്ങളൊന്ന് മോഡിഫൈ ചെയ്തിരിക്കണം. അത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ഇങ്ങനത്തെ തെറ്റായ ക്വസ്റ്റ്യൻസ് ആവട്ടെ ശരിയായ ക്വസ്റ്റ്യൻസ് ആവട്ടെ എന്ത് അപ്രോച്ച് നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറയുന്നത്. പണ്ടുണ്ടായിരുന്ന നമുക്കുള്ള മൈൻഡ് സെറ്റ് ഇങ്ങനെ ആയിരിക്കും: ഐ വിൽ സ്റ്റഡി എവറിത്തിങ് ഫാസ്റ്റ്, ഐ ആം വീക്ക് ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്നൊരു ചിന്താഗതി ഉണ്ടാവും. ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഒരിക്കലും 100% സിലബസ് കംപ്ലീറ്റ് ആക്കാനോ 100% മെമ്മറി റീകളക്ട് ചെയ്യാനോ പറ്റില്ല. മനുഷ്യനാണ്, പറ്റില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഞാൻ ഈ പഠിക്കുന്നതോട് കൂടെ സാറ് പറഞ്ഞിരിക്കുന്ന ടിപ്പുകൾ അനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ആര് എപ്പോൾ ചോദിച്ചാലും ഞാൻ മറക്കത്തില്ല. അങ്ങനെ മാത്രം ആലോചിച്ച് നോക്കിക്കേ. സോ ദാറ്റ് ഷുഡ് ബി യുവർ ന്യൂ മൈൻഡ് സെറ്റ്. നിങ്ങൾ പഠിക്കുന്നത് സ്മാർട്ടായിട്ട് പഠിക്കുക, എഫിഷ്യന്റ് ആയിട്ട് പഠിക്കുക. അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഈ പുസ്തകം തീർക്കാൻ പഠിക്കരുത്. മൈ ഹംബിൾ റിക്വസ്റ്റ് ആണ്, പുസ്തകം തീർക്കാൻ പഠിക്കല്ലേ. കാരണം പുസ്തകം പലർക്കും പല രീതിയിൽ എഴുതാം, അതല്ല നിങ്ങളുടെ മോട്ടിവേഷൻ. പക്ഷെ ഏത് സമയത്തും എപ്പോഴും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കരിയറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾ ഹിസ്റ്ററിയെ കാണുന്നുണ്ടെങ്കിൽ, പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഓൾവേസ് ഷുഡ് ബി ഇൻ യുവർ മൈൻഡ്. അത് ചെയ്യാൻ വേണ്ടി, കുറച്ചുകൂടെ ഷാർപ്പൻ ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ PYQ പാറ്റേൺസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടത്. PYQ പാറ്റേൺസ് ഫോളോ ചെയ്യേണ്ടതിന്റെ കാര്യവും ഞാൻ പറഞ്ഞുതരാം. അതായത് സീരിയസ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആസ്പിറൻസ് ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ പറയുന്നത്. അവർ PYQന് നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കും. പക്ഷെ ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ആദ്യം കുറച്ച് നോളജ് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. എന്നിട്ടാണ് ഞാൻ PYQ കൊണ്ടുവരുന്നത്. കാരണം ഇത് ടൈം എടുത്ത് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന മെത്തേഡാണ് ഇപ്പം ഞാൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് നോളജ് സെറ്റാക്കി വെക്കുക. അതാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ക്ലാസ് റൂമിലുള്ള സ്റ്റുഡൻസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ആൻഷ്യൻ ഇന്ത്യയുടെ ഓറിയന്റേഷൻ കാണണം, എങ്ങനെ സ്മാർട്ടായിട്ട് പഠിക്കണം എന്നുള്ളതിന്റെ വീഡിയോ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റോൺ ഏജിന്റെ വീഡിയോസ് കാണണം, ഇൻഡസ് വാലി സിവിലൈസേഷന്റെ വീഡിയോസ് കാണണം. എന്നൊക്കെ ഞാൻ പറഞ്ഞെന്തിനാ? നിങ്ങളുടെ നോളജ് സ്ട്രോങ് ആവാൻ വേണ്ടിയാണ്. എന്നിട്ട് ഞാൻ നിങ്ങളെ ഇന്ന് കൊണ്ടുവന്നതോ അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള, നിങ്ങൾ പലപ്പോഴും കേൾക്കുകയോ ശ്രദ്ധിക്കാതെ പോകുന്ന ചില PYQs ആണ്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു മെന്റാലിറ്റി കിട്ടും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ കോൺസെപ്റ്റ് ചില സ്ഥലത്ത് പാളി പോയിട്ടുണ്ട്, ചില സ്ഥലത്ത് നിങ്ങളുടെ ഓപ്ഷൻസ് ആണ് കയ്യിൽ നിന്ന് പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിവ് കിട്ടും. അതെന്താ? നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാണ്, പഠിച്ച കാര്യങ്ങളൊന്ന് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അടുത്ത 2 ദിവസം നല്ലൊരു റിവിഷൻ നടത്തിക്കൂടെ? യെസ്, പഠിക്കുന്ന സമയത്ത് ഞാൻ ഇത്രയും കാര്യങ്ങളൊന്ന് ഫോക്കസ് ചെയ്യണമായിരുന്നു എന്നൊരു തോട്ട് തോന്നൂലേ? ആ തോട്ട് തോന്നാൽ മതി. അതിനാണ് സ്ട്രക്ചർ റിവിഷൻ എന്ന് പറയുന്നത്. പിന്നെ കൃത്യമായിട്ട് ഇങ്ങനെ എല്ലാ ആഴ്ചയിലും നമ്മൾ എന്ത് ചെയ്യും? ഓരോ സെറ്റ് ആക്കിയിട്ടുള്ള ടോപ്പിക്കുകൾ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഡിസ്കഷൻ നടത്തിക്കൊണ്ടേയിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റും കിട്ടും, എറർ കറക്ഷൻ സിസ്റ്റവും കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇന്ന് പെട്ടെന്ന് നമ്മുടെ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല, ഓക്കെ, പെട്ടെന്ന് ഓപ്ഷൻ വന്ന സമയത്ത് എന്ത് ചെയ്തു? ഓപ്ഷൻ പെട്ടെന്ന് ചെയ്തപ്പോൾ മാറിയതാണെന്ന് പറഞ്ഞു. അടുത്ത പ്രാവശ്യം കെയർഫുൾ ആയിരിക്കും. സോ നമ്മുടെ കെയർലെസ്നെസ്സിൽ നിന്നും, നമ്മുടെ ഒരു ആൻസൈറ്റിയിൽ നിന്നും, ആ ടെൻഷനിൽ നിന്നും നമ്മൾ കുറച്ചുകൂടെ റിലാക്സ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് മോഡിലോട്ട് എത്തി. ദിസ് ഈസ് കോൾഡ് പ്രിപ്പറേഷൻ. ഇതാണ് കോമ്പറ്റീവ് എക്സാമിനേഷന് വേണ്ട ഒരു പ്രിപ്പറേഷൻ. ഇത് നിങ്ങൾ ഇവഞ്ച്വലി ചെയ്താൽ മതി മക്കളെ. നിങ്ങൾ ആരും വലിയ സംഭവമാക്കി ചെയ്യേണ്ട. കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ആസച്ച് ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോയാൽ തന്നെ ഇത് നിങ്ങൾക്ക് ഉപകാരമുള്ളതായിട്ട് മാറും. നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. അതിന് നിങ്ങൾ എനിക്ക് തരേണ്ടത് 3 ആഴ്ച ടൈമാണ്. 3 വീക്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആസച്ച് ഫോളോ ചെയ്ത്, ക്ലാസ്സുകൾ കാണാൻ പറഞ്ഞ് കണ്ട്, വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച നടക്കുന്ന ലൈവ് ക്ലാസ്സസ്, സൺഡേ ഇനി നിങ്ങൾക്ക് എന്തുണ്ട്? സ്റ്റോൺ ഏജിൽ നിന്നും ഹാരപ്പൻ സിവിലൈസേഷനുള്ള MCQ ടെസ്റ്റ് ഉണ്ട്, 25 ക്വസ്റ്റ്യൻസ്. അത് നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്തിട്ട് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരുന്ന 3 ആഴ്ചയുടെ സൈക്കിൾ വന്നാൽ മതി. നിങ്ങൾ അടുത്ത നെറ്റ് എക്സാമിനേഷൻ നോക്കിക്കോ, നിങ്ങളുടെ മാർക്ക് ഇങ്ങനെ കൂടും. കാരണം എന്താ? നിങ്ങൾ അതും ആ സിസ്റ്റവുമായിട്ട് പരിചയപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എനിക്ക് വേണ്ടത് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. ഇനി നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത്, പുസ്തകം കിട്ടിയിട്ടുള്ള ആൾക്കാർ ചെയ്യേണ്ടത്, നമ്മുടെ ബുക്ക് അത്യാവശ്യം വെൽ റിസർച്ച് നടത്തിയിട്ട് എക്സാമിനേഷന്റെ ഡിമാൻഡ് അനുസരിച്ച് ക്രിയേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഓരോ യൂണിറ്റിലും നിങ്ങൾക്ക് എക്സാം സ്പെസിഫിക് എന്ന് പറയുന്ന വാക്കുകൾ കാണാൻ പറ്റും. സോ നിങ്ങൾ ചെയ്യേണ്ടത്, പുസ്തകം കിട്ടിയവര് എക്സാം സ്പെസിഫിക് എന്ന് പറയുന്ന ഭാഗം മാത്രമെങ്കിലും വായിച്ചു പോവുക. ഫുൾ വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, സമയമില്ല എന്ന് പരാതി പറയുന്ന ആൾക്കാർ എക്സാം സ്പെസിഫിക് എന്ന് പറയുന്ന ഭാഗങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അത് വായിക്കാം. ഇപ്പൊ നിങ്ങൾക്കുള്ള എന്താണ്? സ്റ്റോൺ ഏജും ഹാരപ്പൻ ആയതുകൊണ്ട് അതിൽ നിന്ന് നോക്കിക്കേ. ദ മോസ്റ്റ് ഫേമസ് ആർക്കിയോളജിസ്റ്റ് ആൻഡ് ദർ കോൺട്രിബ്യൂഷൻ, റോബർട്ട് ബ്രൂസ് ഫൂട്ട്,
discovered the first biological tool in India at Pallavaram. In which year? 1863. That's why he's known as father of Indian prehistory. ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യമാണത്. അത് ബേസിക് ചോദ്യമാണ്, പക്ഷേ ഇത് നിങ്ങൾ എക്സാമിന് വേണ്ടി കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. HD സംഗാലിയ, പുള്ളിക്കാരൻ മഹാരാഷ്ട്രയുടെ ഭാഗത്തു നിന്നും പല സ്ഥലത്തും എക്സ്കവേഷൻ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഹിസ്റ്റോറിയൻസ് ആൻഡ് ആർക്കിയോളജിസ്റ്റ് സ്റ്റഡീഡ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഇത് രണ്ട് ഇമ്പോർട്ടന്റാ. ജോൺ മാർഷൽ നിങ്ങൾക്ക് അറിയാം, RD ബാനർജി നിങ്ങൾക്ക് അറിയാം. ഇതൊക്കെ എന്താണ് അവരുടെ കോൺട്രിബ്യൂഷൻ ഉള്ളത്? ഒരു മിനിമം ലെവലിൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലോട്ടാണ് എക്സാം സ്പെസിഫിക് രൂപീകരിച്ചത്. സോ അതുകൊണ്ട് ബുക്കുള്ള ആൾക്കാരാണോ ഈ 2 യൂണിറ്റിന്റെയും എക്സാം സ്പെസിഫിക് ആദ്യം വൃത്തിക്ക് പഠിച്ച് സെറ്റ് ആക്കിക്കോ. ബാക്കിയുള്ളവർക്ക് ബുക്ക് കിട്ടിയിട്ട് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാം എന്നുള്ള രീതിയിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ ബുക്ക് നാളെ മിക്കവാറും കിട്ടുന്ന സമയത്ത് പഠിക്കുക. സൺഡേ എന്തായാലും നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് യുവർ പ്രിപ്പറേഷൻ. എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ. പ്രിപ്പറേഷൻ വിത്തൗട്ട് PYQ അണ്ടർസ്റ്റാൻഡ് ഈസ് ലൈക്ക് ട്രാവലിംഗ് വിത്തൗട്ട് ഡയറക്ഷൻ. എങ്ങോട്ടും പോവാം, ഡെസ്റ്റിനേഷൻ എത്തത്തില്ല. സോ ദാറ്റ്സ് വൈ നിങ്ങൾ ഇന്നത്തെ PYQ ഒന്ന് എടുത്ത് നോക്കുക. ഞാൻ PPT നോട്ട് ഇപ്പൊ തന്നെ അയച്ചു തരും. നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊന്ന് സ്വന്തമായിട്ട് ഇതൊന്ന് വായിച്ചു നോക്കുക. സാറ് പറഞ്ഞ ഈ പോയിന്റുകൾ എന്റെ മനസ്സിലുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. ഒറ്റ റിവിഷൻ. ഇന്നത്തെ ഞാൻ ചെയ്തിരിക്കുന്ന ഈ ഒരു വർക്ക്ഷോപ്പ് മോഡൽ ആയിട്ടുള്ള PYQ നിങ്ങൾക്ക് എത്രമാത്രം യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് സ്വസ്ഥമായിട്ട് ഇരുന്നൊന്ന് ആലോചിക്കുക. അത്രമാത്രം ചെയ്താൽ മതി. നാളെയും ഞാൻ ഇതേപോലെ സെഷൻ വെക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ എക്സാമിനേഷനുമായിട്ട് കുറച്ചുകൂടെ പരിചിതമാകാൻ വേണ്ടി കണ്ടിന്യൂസ് ആയിട്ടുള്ള സെഷൻസ് ആണ്. ഓക്കെ, അപ്പൊ മാക്സിമം നാളത്തെ സെഷനോടെ എല്ലാവരും കൃത്യം സമയത്ത് തന്നെ പങ്കെടുത്തിട്ട് നോക്കുക. നാളെ നമ്മൾ കുറച്ച് PYQs ഡിസ്കസ് ചെയ്യും. ഇതേപോലെ കുറച്ച് ഇൻസൈറ്റുകൾ കൂടെ തരും. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ സൺഡേത്തെ എക്സാമിനേഷൻ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണ് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റുക എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ സെഷൻ അവസാനിപ്പിക്കുകയാണ്.